വെടിയുണ്ടകളേക്കാൾ വലിയ പ്രഹരശേഷിയുള്ള വാക്കുകൾ അമേരിക്കയിൽ നിന്നും ഇറാനിൽ നിന്നും അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പശ്ചിമേഷ്യയെ ഗ്രസിച്ച യുദ്ധഭീതി അതിന്റെ പാരമ്യത്തിൽ എത്തിക്കുകയാണ്. അതായത് യുദ്ധം അവസാനത്തോടെ അടുക്കുന്നു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയാണോ, അതോ ആഗോള ശക്തികളുടെ തന്ത്രപരമായ ഒരു പിന്മാറ്റമാണോ? ലോകത്തിന്റെ ഊർജ്ജ ഞരമ്പായ ഹോർമൂസ് കടലിടുക്കിൽ തിരമാലകൾക്ക് ഇപ്പോൾ ചോരയുടെയും എണ്ണയുടെയും ഗന്ധമാണ്. ഇറാനെ സൈനികമായും സാമ്പത്തികമായും തളർത്താൻ അമേരിക്ക നീക്കിയ കരുക്കൾ പിഴയ്ക്കുന്നു എന്ന സൂചനയാണ്, അതായത് പാളിപ്പോകുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒന്നു മാത്രം: ഈ മഹായുദ്ധത്തിന് അന്ത്യമാകുമോ, അതായത് വിരാമമാകുമോ എന്നതാണ്. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ ഒരു യുദ്ധകളമാണ്. രണ്ടാമത്തെ ദിവസവും തുടരുന്ന ഉപരോധം ആഗോള വിപണിയെ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ പെട്രോളിയം കയറ്റുമതിയുടെ 30% കടന്നു പോകുന്ന ഈ നിർണായക പാത അടഞ്ഞതോടെ വികസിത രാജ്യങ്ങൾ പോലും കടുത്ത ഇന്ധന പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ഇറാന്റെ ചരക്കു നീക്കങ്ങൾ പൂർണ്ണമായും തടഞ്ഞുവെന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെടുന്നുണ്ട് എങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്.